നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 25th ക്വസ്റ്റ്യൻ. Inductance of coil with 10⁴ turns is 10 millihenry and it's connected to a source of DC source of 10 volt. Inner resistance 10 ohm. The energy density in the inductor when the current reaches 1 by E of its maximum value. Yes, energy density ആവേണ്ടത്. ഈ ക്വസ്റ്റ്യനിൽ രണ്ട് ചിന്ന പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, കോയിൽ നമ്മൾ ഇൻഡക്ടർ ആണെന്ന് വിചാരിക്കണം. യെസ്, ഇൻഡക്ടർ ആണെന്ന് വിചാരിച്ചു. ഇൻഡക്ടറിലെ എനർജി ഡെൻസിറ്റി ഇക്വേഷൻ യെസ് ഏതാ? ½ Li² നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഏതും പഠിച്ചിട്ടുണ്ട്, ഒരു ½ B²/μ0 പഠിച്ചിട്ടുണ്ട്. യെസ്, ഇവിടെ ബി വെച്ച് ചെയ്യുകയാണെങ്കിൽ ബീൻ്റെ വാല്യൂ ഏതാ? μ0 Ni പറയാം. യെസ്, അപ്പം ഇവിടെ ഞാൻ ഇത് വെച്ച് ചെയ്യാൻ പോണു. അവിടെ ഒരു ഉടായ്പ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ മാക്സിമം കറണ്ട് എത്രയാ? മാക്സിമം കറണ്ട് I0. ഇൻഡക്ടൻസ് ബാക്ക് EMF ഇല്ലാത്തുള്ള സമയത്തുള്ളതാണ് മാക്സിമം കറണ്ട്. മാക്സിമം കറണ്ട് ഈസ് V/R. DC സോഴ്സ് അല്ലേ, V എത്രയാ? 10 വോൾട്ട്, റെസിസ്റ്റൻസ് 10, അപ്പോൾ 1 ആംപിയർ. നൗ ദ കറണ്ട് ഈസ് മാക്സിമം കറണ്ട് ബൈ 1/E ആകുമ്പോൾ ചോദിച്ചാൽ അപ്പോൾ 1/E തന്നെ കിട്ടും. യെസ്, അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ബി എന്ന് പറഞ്ഞത് μ0 N/E. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ½ μ0² N² ഡിവൈഡഡ് ബൈ E², μ0 ഒരു μ0 കട്ടായിപ്പോയി. റൈറ്റ്. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. അതാണ് ചെറിയ എന്നെ തന്നിട്ടില്ല, പകരം തന്നത് 10⁴ ടേൺസ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ അടുത്തോട്ട് ഉപയോഗിക്കുന്നു 10⁴ ടേൺസ് പെർ മീറ്റർ ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്നു. അതായത് ലെങ്ത് 1 മീറ്റർ ആണെന്ന് വിചാരിക്കണം, വേറെ വഴിയില്ല. യെസ്, അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ½ μ0 എത്രയാ? 4π × 10⁻⁷ ഇൻറ്റു N² എത്രയാ? 10⁴ 10⁸ ഡിവൈഡഡ് ബൈ 8. യെസ്, 10⁸ E² ഇതല്ലേ വരിക? യെസ്, ദാറ്റ്സ് എ യെസ്. അപ്പോൾ ബാക്കി ചെയ്താൽ 32 കട്ടായി പോയി. അപ്പോൾ ഇത് 20π ഡിവൈഡഡ് ബൈ E² വരും. അപ്പോൾ ഈ തന്ന ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്താൽ പൈയും E² അവിടെ ഉണ്ട്. അപ്പോൾ α = 20. ഇപ്പോൾ രണ്ട് ഉടായ്പുണ്ട്. ഒന്ന് സോളിനോടാന്ന് വിചാരിക്കണം. സർക്കുലർ കോയിൽ ആണെങ്കിലും സ്ക്വയർ കോയിൽ, വേറെ ഏത് കോയിലാണെങ്കിൽ തിക്നെസ് തന്നില്ലേ വോളി ഉണ്ടാവില്ല. വോളിയല്ലേ എനർജി ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് സോളിനോട് അടുത്ത് ചെയ്യും. ആ സോളിനോട് എടുത്ത് ചെയ്യുമ്പോൾ അടുത്ത പ്രശ്നമുണ്ട്, നമ്പർ ഓഫ് ടേൺസ് ആണെന്ന്. നമ്മൾ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് കിട്ടണം. അപ്പോൾ ലെങ്ത് 1 മീറ്റർ ആണെന്ന് വിചാരിക്കണം. അങ്ങനെ രണ്ട് ഉടായ്പകൾ ഉപയോഗിച്ചാൽ ആൻസർ α = 20 എന്ന് വരും. ആൻഡ് താങ്ക് യു. ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദിസ് ഡിസ്കഷൻ.